ഹലോ ഗൈസ്, ഞാനും ബാബുക്കുട്ടനും അങ്ങനെ 8 മണിയാകാറായി. ഞങ്ങൾ രണ്ടും കൂടി അങ്ങനെ ഇരിക്കുന്നു ഗൈസ്. ബാബുക്കുട്ടൻ്റെ അച്ഛനായി കാലവിടരുത് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഫോട്ടോ അല്ല, വീഡിയോ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. ഹായ്, സുഖമാണോ? വെക്കൂ. കാലേ വീണ പിന്നെ ആരാഗമായിരിക്കും. എന്റെ കാല് പോയേ. ഞാൻ പൊളിച്ചില്ലല്ലോ. അയ്യോ എന്റെ പൊന്നച്ചനെ, ഞാൻ പൊളിച്ചില്ല. എന്റെ തമ്പുരാണ്. അതെല്ലാവരും പൊളിഞ്ഞിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഗൈസ്, നമ്മുടെ മീൻകറി ഇവിടെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മീൻകറിയുടെ ടേസ്റ്റ് കൂടാനിപ്പം കറിവേപ്പില നമുക്ക് ചേർക്കാം. കറിവേപ്പില പോലെയൊന്നും കേട്ടില്ല ഗൈസ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പില വെറും വയറ്റിൽ ചുമ്മാതെ കഴിക്കുന്നത് നമുക്ക് കണ്ണിന് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. വൈറ്റമിൻ എ നല്ലതാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നല്ലതാണ്. ദിവസവും 2-3 തണ്ട് കറിവേപ്പില കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമാണ് ഗൈസ്. കുറുമ്പൻകുട്ടൻ ഇവിടെ ഓരോ പണികളിലാണ്. ഇവിടെ നല്ല മഴയായിരുന്നു ഗൈസ്. പുറത്തേക്ക് നല്ല തണുപ്പുണ്ട്. ഏതായാലും ചൂടിനൽപ്പം ശമനമുണ്ട് ഗൈസ്. അതിന് പകലിച്ചിരി ചൂടൊക്കെ ഉണ്ട്. അതിന് മുമ്പത്തെ അത്രയും ചൂടൊന്നുമില്ല ഇപ്പോൾ. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ ഉറങ്ങണ്ടേ ചക്ക? തന്നാരം പാടുന്ന താളത്തിൽ താളം ചവിട്ടടി പെണ്ണേ. പാടിക്കോളൂ. പാടാം, നമുക്ക് പാടാം, തേടു വീണ്ടും ഒരു പ്രേമഗാനം. ഞാൻ മീൻകറി നോക്കട്ടെ ഗൈസ്. തെളിച്ചു. കിളിമീനാണ് ഗൈസ്. കിളിമീനും മത്തിയും കൂടി ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് എന്താണ് ഞങ്ങൾ ഇതിനെ കൊണ്ട് പറയിക്കുക. നാളെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്നത്തേക്ക് തന്നെ കറിയൊക്കെ അങ്ങ് വെച്ചാൽ പിന്നെ നാളെ ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ശുഭനിദ്ര, സുഖനിദ്ര. നാളെ കാണാം. ടാറ്റാ, ഗുഡ് ബൈ. സൂപ്പർ മീൻ കറിയല്ലേ ഗൈസ്, നോക്കൂ.